ഹായ് ഹലോ നമസ്കാരം. പൊളിയിഞ്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഉള്ളത് പൂനെയിലുള്ള ആഗാഖാൻ പാലസിലാണ്. അതെ, ആഗാഖാൻ പാലസ് പൂനെ സ്റ്റേഷനിൽ നിന്നും പൂനെ എയർപോർട്ടിൽ നിന്നും ഏറ്റവും അടുത്തൊരു ലൊക്കേഷനായിട്ട് നമുക്കിതിനെ കാണാം. സത്യം പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല. പിന്നെ ഇതിൽ കയറുന്നതിന് മുന്നേ ആദ്യത്തെ മെയിൻ ഇത് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശനിവാർ വാടയിൽ പോയപ്പോൾ അവിടെ പാർക്കിങ്ങിൻ്റെ പ്രശ്നമുണ്ടെന്ന്. പക്ഷേ ഇവിടെ പാർക്കിങ്ങിന് സഫിഷ്യൻ്റായ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ വണ്ടി പാർക്ക് ചെയ്യാം. അതും ഗേറ്റിൻ്റെ ഉള്ളിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എൻട്രൻസിൽ തന്നെയാണ് പാർക്കിംഗ് സ്പേസ്. കഴിഞ്ഞിട്ട് കയറുന്നിടത്ത് തന്നെയാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിൽ കയറാം. ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ ടിക്കറ്റിന്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എത്ര ടൈം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ അതൊരു നോർമൽ ടൈമാണ്. രാവിലെ 9 മണി മുതലാണ് അതിൻ്റെ ആക്ച്വൽ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടത്. 9 മണി മുതൽ വൈകിട്ട് 5 o'clock വരെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ക്ലോസിങ് ടൈം. സോ ആ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളിൽ തന്നെ ഒരു കഫ്റ്റേരിയ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ റീസണബിൾ റേറ്റിന് നമുക്ക് ഫുഡ് കിട്ടും. പിന്നെ ആഗാഖാൻ പാലസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും ഇങ്ങനെ പേര് കേട്ടപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഒരു കൊട്ടാരം നമുക്കിങ്ങനെ കാണാം, അങ്ങനെ ജസ്റ്റ് ഒരു ഫീൽ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇതിനെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റുമായി ഈ പാലസിന് ഭയങ്കര അഭേദ്യമായൊരു ബന്ധമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. തീർച്ചയായും നമ്മുടെ രാഷ്ട്രപിതാവ്, ഫാദർ ഓഫ് അവർ നേഷൻ, മഹാത്മാഗാന്ധി, അദ്ദേഹവുമായി ഈ പാലസുമായുള്ള ബന്ധം നമുക്ക് തീർച്ചയായും അകത്ത് കയറുമ്പോൾ അത് മഹാത്മാഗാന്ധിയുമായുള്ള ബന്ധമാണ് ഈ പാലസിനെ നമ്മളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. ഈ പാലസിനകത്ത് അദ്ദേഹവുമായി ചേർന്ന് വരുന്ന ഓർമ്മകൾ ഒരുപാടുണ്ട്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വൈഫ് സുപത്നി കസ്തൂർബ ഗാന്ധി, പിന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മഹാദേവ് ദേശായി, പിന്നെ നമ്മുടെ എല്ലാം സരോജിനി നായിഡു. ഈ പാലസിലായിരുന്നു കസ്തൂർബ ഗാന്ധിയും മഹാദേവ് ദേശായിയും തങ്ങളുടെ അന്ത്യ ദിവസങ്ങൾ ചെലവഴിച്ചത് എന്ന് തന്നെ പറയാം. അവരുടെ ഒരു സമാധിയും ഇവിടെ തന്നെ ഉണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 2003 ഈ ഒരു പാലസിനെ ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള മോണ്യുമെൻ്റ് ആയിട്ട് അവർ കണക്കാക്കി. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ വരാറുണ്ട്, ഫോട്ടോഷൂട്ട് നടത്താറുണ്ട്. ഒരു ഗ്രീനറി നമുക്കിവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഗ്രീനറി നല്ല രീതിയിൽ തന്നെയുണ്ട്, ഗ്രീനറി ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ശനിവാർ വാടക വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാം. ആരെയും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുക്കണില്ല. ഓടിക്കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ഫോട്ടോഷൂട്ട് നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എവിടെയും തണലിൽ പോയി ഇരിക്കാം. കഫ്റ്റേരിയ ഉണ്ട്, ചായ കുടിക്കാം, ഫുഡ് കഴിക്കാം. റീസണബിൾ റേറ്റ് തന്നെ എല്ലാം ഇവിടെയുണ്ട്. ഈ മ്യൂസിയത്തിന് ഹിസ്റ്ററിയുമായി ഭയങ്കരമായൊരു ബന്ധമുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. 1942 മുതൽ 1944 വരെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഒരു ലോഞ്ചുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സെക്രട്ടറിയും ഇവിടെ തടവിലായിരുന്നു. അല്ലെങ്കിൽ അവർക്കിതൊരു പ്രിസൺ കൂടി ആയിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സമാധിയും കസ്തൂർബ ഗാന്ധിയുടെയും മഹാദേവ് ദേശായിയുടെ സമാധിയും ഇവിടെ തന്നെയുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഓർമ്മ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കസ്തൂർബ ഗാന്ധിയുടെ ആയിക്കോട്ടെ, മഹാത്മാഗാന്ധിയുടെ ആയിക്കോട്ടെ, ഒരു ഓർമ്മ ചിത്രങ്ങൾ. അവരുടെ കസ്തൂർബ ഗാന്ധിയുടെ തന്നെ ചില ശേഷിപ്പുകൾ, അവരുടെ വസ്ത്രങ്ങൾ, അതുപോലെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് അവർ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ച് സൂക്ഷിച്ചു വരുന്നു. ഏകദേശം 13 ഏക്കറിന് മുകളിൽ സ്ഥലം ഇതുണ്ട് ഈ പാലസ്. അതായത് ഈ പാലസിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 13 ഏക്കറോളമുണ്ട്. പിന്നെ ഈ പാലസ് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം 7 ഏക്കേഴ്സിലാണെന്ന് പറയുന്നു. ബാക്കിയൊക്കെ ഗാർഡനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നടന്ന് കാണാനുള്ള ഒരുപാട് ഏരിയ ഈ പാലസിനുണ്ട്. ഈ പാലസിന് ചുറ്റും നിങ്ങൾക്ക് നടക്കാം. ഏത് വഴി പോകണം എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാം, ഇഷ്ടമുള്ള രീതിയിൽ കാണാം, ആസ്വദിക്കാം. ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിക്കാം.
വേണമെങ്കിൽ ഗൈഡിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാം. കാരണം അവിടെ ഗൈഡൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ആരും നിങ്ങളെ വന്ന് ഡിസ്റ്റർബ് ചെയ്യില്ല, ആരും വന്ന് നിങ്ങളെ നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ഗൈഡിനെ വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ പാലസിൽ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. മാർട്ടേഴ്സ് ഡേ 30 ജാനുവരി, അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, മഹാത്മാഗാന്ധിയുടെ ബർത്ത് ആനിവേഴ്സറി October 2, മഹാശിവരാത്രി, അത് കസ്തൂർബ ഗാന്ധിയുടെ ഡെത്ത് ഡേ സെലിബ്രേറ്റഡ് ആസ് മദേഴ്സ് ഡേ. അതുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട്. അതായത് കസ്തൂർബ ഗാന്ധിയുടെ ഡെത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തത് മദേഴ്സ് ഡേ ആയിട്ടാണ്. ഓഫ് കോഴ്സ് ഫാദർ ഓഫ് അവർ നേഷൻ ഈസ് മഹാത്മാഗാന്ധി. ആരും മറന്നു പോകരുത്തൊരു കാര്യമാണ്, മറന്നു പോകരുത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഒരു അനുഭവം കൂടി ഞാനിതിൽ പറയാണ്. അത് ഒരു പ്രാവശ്യം ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, നമ്മുടെ ഫാദർ ഓഫ് അവർ നേഷൻ ആരാണ് ചോദിച്ചു. അപ്പോൾ അവൻ പറയുക, അറിയില്ല. ഞാൻ എനിക്കെന്താ അറിയാത്തത്, അത് എനിക്കെന്താ അറിയില്ല. അത് ഇല്ല, അറിയില്ല. അറിയെങ്കിൽ കൂടി ഞാനത് പറയില്ല. അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു സത്യം പറഞ്ഞാൽ. എന്നിട്ട് അവൻ പറയുക, ഫാദർ ഓഫ് അവർ നേഷൻ ചോദിച്ചപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധി എന്ന് പോലും പറയണില്ല. അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അതൊരു നമ്മുടെ ചരിത്രം, നമ്മുടെ ഫ്രീഡം സ്ട്രഗിളൊക്കെ, നമ്മുടെ ഒരു എഴുതപ്പെട്ടിട്ടുള്ള നമ്മുടെ നടന്നൊരു കാര്യം, അത് നമ്മൾക്ക് ആർക്കും മാറ്റിമറിക്കാനോ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒരു അഗാ ഖാൻ പാലസ് വിസിറ്റ് ചെയ്തതിനോടനുബന്ധമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കലും അതൊരു കോൺട്രവേഴ്സി ആയിട്ട് പറഞ്ഞൊരു കാര്യമല്ല. അപ്പോൾ ഒരിക്കലും നമ്മളാരും മറക്കരുത്, നമ്മുടെ ഫാദർ ഓഫ് അവർ നേഷൻ തീർച്ചയായും മഹാത്മാഗാന്ധി തന്നെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമുക്ക് മനസ്സിൽ വരും. തീർച്ചയായും എല്ലാവരും ഈ പാലസ് വിസിറ്റ് ചെയ്യുക. വരികയാണെങ്കിൽ, പൂനെ ഏരിയയിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഈ പാലസ് വിസിറ്റ് ചെയ്യുക, കാര്യങ്ങൾ അറിയുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരം. മഹാത്മാഗാന്ധി, ബാപ്പുജി എന്ന് വിളിക്കുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്, ഒരുപാട് മുന്നേ നടന്ന കാര്യങ്ങളാണ്. മറക്കാതിരിക്കുക. ഭാരതത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എല്ലാവരും അറിയുക. ജയ് ഹിന്ദ്.